ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ഇതാ ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒന്ന് 3rd ഡിസംബറാണ്. അപ്പോൾ എക്സാം 9th പ്ലസ് ടു ഒക്കെ വരുന്നത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ പ്രിപ്പയർ ചെയ്തില്ല വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ ഒരാഴ്ച മുന്നേ ഒക്കെ ഇതിൻ്റെ ചൂട് വന്നപ്പോൾ അങ്ങനെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു വന്നപ്പം ഒരു 2-3-4 ദിവസം മര്യാദക്ക് ബുക്കൊക്കെ എടുത്ത് നോക്കി ക്ലാസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഏകദേശം നല്ല രീതിയിൽ പഠിച്ച് വന്നതായിരുന്നു. പിന്നെ ചില ദിവസം ഇങ്ങനെ സ്കൂളില്ല എന്നൊക്കെ പറയുന്ന ദിവസം ശനി ഞായർ പ്രത്യേകിച്ച് പഠിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇന്നിപ്പോൾ സ്കൂളില്ലാതായപ്പം കുറച്ചിരുന്ന് പഠിച്ചു, പിന്നെ കുറച്ച് അങ്ങനെ ഒരു ഡിലേ ആക്കി കളയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഏതായാലും കുറച്ചിരുന്ന് പഠിക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ ചെറിയ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം എക്സാം ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലസ് ടുക്കാർക്ക് ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ്. നോർമലി ഇംഗ്ലീഷ് മലയാളമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ടൈം ടേബിൾ കുറച്ചൊരു കശപ്പിശുണ്ട്. പിന്നെ കെമിസ്ട്രി മാത്സ് വന്നു. പിന്നെ മാത്സ് കെമിസ്ട്രി അങ്ങനെയാണ് ഫസ്റ്റ് വീക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 3 സബ്ജക്റ്റിൽ മെയിൻലി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു 6 ദിവസം വെച്ചിട്ട് 5 ദിവസമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം കൊണ്ട് കൂട്ടിയിട്ട് ഒരു 6 ദിവസം എന്നൊക്കെ ആക്കിയിട്ട് വെച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതെല്ലാം എഴുതിയിട്ടുള്ള മര്യാദക്ക് തന്നെ പഠിക്കണം എന്ന് തന്നെ ഭയങ്കര ഒരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ചില ദിവസം 5 ചാപ്റ്ററും 6 ചാപ്റ്ററൊക്കെ പഠിച്ച് വരുന്ന ഒരു രീതിക്ക് അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം കുഴപ്പമില്ലാതെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ചാപ്റ്റേഴ്സ് ഒന്ന് റിവിഷൻ കൂടെ നടക്കുന്നുള്ള രീതിക്ക് മാത്രമാണ് അപ്പം ഒരു ദിവസം ഒരു 5-6 ചാപ്റ്റേഴ്സൊക്കെ വെച്ച് ഇപ്പം എഴുതിയിട്ടുള്ളത്. കൂടുതലും ഓരോ ദിവസത്തെ ടൈം ടേബിൾ നോക്കുമ്പോൾ 2-3 ചാപ്റ്റർ എന്തായാലും ഏകദേശം കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ടോട്ടലി മാത്സിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫിസിക്സിൽ 10, കെമിസ്ട്രിയിൽ 8. അപ്പം ഏകദേശം കുഴപ്പമില്ലാതെ കുറേ പഠിക്കാനുണ്ട്. പിന്നെ ബയോളജി, ഇംഗ്ലീഷ്, മലയാളം അത് നെക്സ്റ്റ് വീക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ വേറെ ദിവസങ്ങൾ വെച്ച് പഠിക്കണം എന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏതായാലും ഫസ്റ്റ് വീക്കത്തെ എക്സാമിനാണ് ഫോക്കസ് ചെയ്തിട്ട് ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഇന്നിപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു ചാപ്റ്റർ കെമിസ്ട്രി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാലോ ആൽക്കീൻസിൻ്റെ ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ചാപ്റ്റർ നോക്കി. പിന്നെ രാത്രികൾക്കാണ് ഇപ്പം ഫിസിക്സിൽ അപ്പോൾ എഴുതിയിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാപ്റ്റർ റിവിഷൻ ചെയ്യാനുള്ളൂ കേട്ടോ. അതൊക്കെ മുന്നേ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാതും മര്യാദയ്ക്ക് ഫുള്ളി പഠിക്കുന്നതായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ പ്ലാൻസ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നീ നല്ലപോലെ ഇരുന്ന് പഠിക്കുന്ന വീഡിയോ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ അടുത്ത ദിവസം ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഫിസിക്സിലൊരു ചാപ്റ്റർ പഠിക്കണം. പിന്നെ കെമിസ്ട്രിയിൽ 2 ചാപ്റ്റേഴ്സാണ് ഇന്ന് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ സ്കൂളിലത്തെ നോട്ട്സ് തന്നെ അത്യാവശ്യം നല്ല നോട്ട്സ് തന്നെ കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ട് അപ്പോൾ പിന്നെ അതന്നെ വെച്ച് ഏതായാലും പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിലത് വീഡിയോസൊക്കെ കാണേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അങ്ങനത്തെ ഓവറായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നോട്ടിലുള്ള സംഭവങ്ങൾ പഠിക്കുന്ന അത്ര ചാപ്റ്റേഴ്സ് ഇന്നത്തെ ടൈം ടേബിൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ജസ്റ്റ് പോർഷൻസ് ഞാൻ ഇപ്പോൾ എന്തൊക്കെ ഇന്ന് പഠിക്കുന്നത് മാത്രം കാണിക്കുന്നുള്ളൂ. പിന്നെ ബയോളജി ഞാൻ ടൈം ടേബിൾ ഇപ്പോൾ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് സ്കൂളിലൊരു പ്രിൻ്റ് ഒന്നുണ്ടായിരുന്നു സുവോളജി കേട്ടോ. അപ്പോൾ അത് ടെക്സ്റ്റും ആ പ്രിൻ്റ് കൂടെ റെഫർ ചെയ്തിട്ട് മിക്സാക്കി പഠിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രിൻറ്റിൽ ഓരോ ചാപ്റ്റർ 2 പേജ് 3 പേജൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേനും സമാധാനം. പിന്നെ ഇതിനെ നല്ല രീതിക്ക് പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് കൂടെ റെഫർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇതുപോലെ ടൈം ടേബിളും കുറച്ച് കാര്യങ്ങളും മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ കേട്ടോ. ഇനി വല്ല സ്റ്റഡി ബ്ലോഗൊക്കെ വേറെ ദിവസം നോക്കണം. അപ്പം എല്ലാവരും ഏകദേശം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക, നല്ല മാർക്സ് മേടിക്കണം. അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു.